ഈ ഒരു പെൺകുട്ടി ആരാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യൻ മോണോലിസ, വലിയ വലിയ ബ്രാൻഡുകളും ഇപ്പൊ ലോകം മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണത്. ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയുമോ? വലിയൊരു സന്ദേശമാണ്. അതായത് ദൈവം നമ്മളോട് പറയാണ്, ഞാൻ വിചാരിച്ചാൽ ഇത്രേ ഉള്ളൂ, ഒരു സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ മാറ്റിമറിക്കും. സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? കുംഭമേളയിൽ ആളുകൾ വീഡിയോ ഒക്കെ എടുത്തു വൈറലാക്കി സ്പ്രെഡായി ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം മാറി. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൽ പറയാൻ വന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ ഈ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറച്ച് കടണ്ട്, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് 2 ദിവസം മുന്നും കൂടെ ഞാൻ കണ്ടു ഒരാള് ആത്മഹത്യ ചെയ്ത് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ട്രസ്റ്റ് യുവർ ഗോഡ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാനിൽ വിശ്വസിക്കുക. ആ തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഒരു ഭാഗ്യം തരും. ഇതേപോലെ ഒരു നിമിഷം മതി, തമ്പുരാൻ വിചാരിച്ചാൽ ഒരു നിമിഷം മതി നമ്മുടെയൊക്കെ ജീവിതം മാറി എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കും ചെയ്യരുത്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്ന വേണം. താൻ പാതി ദൈവം പാതി എന്നാണ്. അല്ലാതെ തമ്പുരാന്റെ ഭാഗ്യം വിവരട്ടെ നിറങ്ങാണ്ട് ആ ചാരു കസാലയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട് എന്താണ് ഇരിക്കണേ, ഒന്നുമില്ല, ദൈവം എന്തോ ഒന്ന് കൊറിയർ അയച്ചിക്കണേ, അപ്പൊ അതൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കണ് എന്നുള്ള ലെവലിലല്ല ഞാൻ പറഞ്ഞത്. താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ദൈവത്തിന്റെ പാതി ദൈവം നമുക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെ വലിയൊരു സന്ദേശമാണ് കേട്ടോ. ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു നിമിഷം, ഒരു സെക്കൻഡ് മതി നമ്മുടെയൊക്കെ ജീവിതം മാറി. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മൾക്ക് വിശ്വസിക്കുന്നത് എന്താ? നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഒരു ഭാഗ്യം തരും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവം നമുക്കൊരു കുന്നോളം സങ്കടങ്ങൾ തരും, പക്ഷെ അതിന്റെ അവസാനം ഒരു മലയോളം സന്തോഷം അങ്ങോട്ട് തരും. അപ്പൊ നമ്മളുണ്ടാവുന്ന ഒരു പുഞ്ചിരി ഉണ്ട്, നമ്മൾ മനസ്സിൽ താങ്ക് ഗോഡ് അൽഹംദുലില്ലാഹ് എന്ന് പറയും. അതുവരെ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ ചാരിയിട്ടുണ്ടാവും, വെറുത്തിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഫ്രസ്ട്രേഷൻ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അവസാനം നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ട് തരുമ്പോൾ, മലയോളം സന്തോഷം ഇങ്ങോട്ട് തരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ചിരിക്കും. അന്ന് നമ്മൾ എന്തൊക്കെയാണ് തമ്പുരാനെ പറ്റി പറഞ്ഞത് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട്. എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം വലിയൊരു സന്ദേശം തന്നെയാണ്. പ്രത്യേകിച്ച് ആത്മഹത്യയൊക്കെ ചെയ്യാൻ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ പറയാനുള്ളത്, ദൈവം വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി നിങ്ങളുടെയൊക്കെ ജീവിതം മാറി. ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ദിവസവും വരും. എന്തായാലും ഇത് കാണുന്ന നിങ്ങൾക്കും എൻ്റെയും ഒക്കെ ദിവസം ഒരു ദിവസം തമ്പുരാൻ മാറ്റിമറിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതം ഇതേപോലെ തമ്പുരാൻ മാറ്റിമറിക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, ആരും ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു സെക്കൻഡ് മതി. ഓക്കെ, വലിയൊരു സന്ദേശം തന്നെയാണ് ഈ ഒരു വീഡിയോ, ഈ ഒരു പെൺകുട്ടിയും.